ആക്ടർ ബാല, നമ്മുടെ ബാലച്ചേട്ടൻ. ഞാൻ ബാലച്ചേട്ടൻ എന്നാട്ടോ പേഴ്സണലി വിളിക്കാറ്. ഞാൻ അങ്ങനെ ചേട്ടാന്നൊക്കെ വിളിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഞാൻ ബാലച്ചേട്ടൻ എന്നാണ് വിളിക്കാറ്. കാരണം എനിക്ക് ബാലച്ചേട്ടൻ ഭയങ്കര ക്ലോസ് ആണ്. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങളിൽ ബാലച്ചേട്ടനായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ്. ചില ആളുകളൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആവും, പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരോട് തന്നെ തുറന്നു പറയും. അപ്പൊ ആ ഒരു വേവ് ലെങ്ത് കറക്റ്റാണ് ഞാനും ബാലച്ചേട്ടനും തമ്മിൽ. ഓക്കേടാ കണ്ണാ, കുഴപ്പമില്ല, നീ പറയുന്നത് ഓക്കെയാണ്, നീ ചെയ്യുന്നത് ശരിയാണ്. നീ തെറ്റാണെങ്കിൽ ബാലച്ചേട്ടൻ, ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ ബാലച്ചേട്ടനും പറയും. ബാലച്ചേട്ടൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ബാലച്ചേട്ടനോടും പറയും. സോ ആ ഒരു ബ്രദർഹുഡ് ഭയങ്കര ക്ലോസ് ആണ് എനിക്ക് ബാലച്ചേട്ടനായിട്ട്. സോ എനിക്ക് ബാലച്ചേട്ടനും അങ്ങനെ തന്നെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റീസെൻ്റ്ലി ഞാൻ ബാലച്ചേട്ടൻ കുറച്ച് ഇൻ്റർവ്യൂസിൽ, അത് ബാലച്ചേട്ടൻ്റെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, 2023 ഒരുപാട് കോൺട്രവേഴ്സീസിൽ നമ്മൾ ബാലച്ചേട്ടൻ്റെ പേര് കേട്ടിട്ടുണ്ട്. ബാലച്ചേട്ടൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ആൻഡ് അതിലും കൂടുതൽ നല്ല കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് ചാരിറ്റി കാര്യങ്ങളൊക്കെ ബാലച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. സോ എന്താണെങ്കിലും റീസെൻറ്റ് ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് വന്നൊരു ഇൻ്റർവ്യൂവിനകത്ത് ബാലച്ചേട്ടൻ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനെല്ലാം തുറന്നു പറഞ്ഞാൽ ഒരു മലയാളി പോലും ഗോപി സുന്ദറിനെ തിരിഞ്ഞു നോക്കില്ല. ഗോപി സുന്ദറിനെ ഒരുപാട് പ്രാവശ്യം ബാലച്ചേട്ടൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിൽ, പല ടൈമിലായിട്ട്. ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വ്യക്തി, ബാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈഫിൽ എന്തൊരു തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ച് ബാലച്ചേട്ടൻ കുറച്ചധികം കാര്യങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗോപി സുന്ദർ ഒരു പക്ക ഫ്രോഡാണ്, തുറന്നടിച്ച് ബാല. കാണാൻ പറ്റാത്തത് കണ്ടു ഞാൻ, ഞങ്ങൾ വേർപിരിയാൻ കാരണം ഇതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ കല്യാണം വേർപിരിഞ്ഞതുമായിട്ട്, പിന്നെ ഈ പറഞ്ഞ ഗോപി സുന്ദർ ഒക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ. എന്താണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഗോപി സുന്ദർ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം ഞാനിവിടെ വയ്ക്കാം. ഇപ്പോഴും ഞാൻ പറയാറ്, അവർ രണ്ടുപേരെ കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്സ് എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. ബട്ട് ഗോപി സുന്ദർ ഇസ് എ പക്ക ഫ്രോഡ്. டவுட் இருக்கா? இப்போ தலையாடாதே, இல்லைன்னா இல்லைன்னு சொல்லணும். പക്ക ഫ്രോഡാണ്. ഒരു പേഴ്സണൽ എനിമിറ്റി കൊണ്ട് ബാല പറയുന്നത് സത്യമേ கிடையாது, சத்தியமல்ல. தமிழில் நான் டைரக்டாக ஏன் இந்த படத்துக்கு யார் மியூசிக் டைரக்டர்? கோபி சுந்தர். சில കാര്യങ്ങൾ, അതാ മുൻപേ சொன்ன ഇൻ്റർവ്യൂ, ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളിയും തിരിഞ്ഞു നോക്കില്ല. ഒരിക്കലും പൊറുക്കാൻ ഒരിക്കലും. നിന്റെ അമ്മ ചെരുപ്പത്തടിക്കും. ஏன்பா ஒரு இன்டர்வியூவில் இவ்வளோ டேரிங்காக ஓப்பனாக சொல்கிறேன், அப்போ நான் எவ்வளோ கான்ஃபிடென்ட்டாக சொல்கிறேன். അതന്നെയാണ് എൻ്റെ അത്ഭുതം. അത് പേരെടുത്ത ഒരാളെ ഞാൻ മാത്രമല്ല, ചുമ്മാ പുറത്ത് പോയിട്ട് എല്ലാവരുടെയും അന്വേഷിച്ച് നോക്ക്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്லாம் சொல்லுவாங்க. ஓகேவா? இதுக்கு மேலே நான் സംസാരിക്കാൻ താല്പര്യമില്ല. நம்ம இன்டர்வியூக்கு മര്യാദ കൊടുക്കണം, റെസ്പെക്ട്. സം സീരിയസ് തിങ്സ് അല്ലേ? അതായത് ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാലച്ചേട്ടനായിട്ട് വളരെ ക്ലോസ് ആണ്. പല സമയങ്ങളിലും എനിക്ക് തോന്നുന്നത് ഈ ഒരു പേര് കടന്നു വന്ന കോൺവെർസേഷൻസ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ആ ടൈമിൽ ബാലച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ബാലച്ചേട്ടൻ ഈ കാര്യങ്ങൾ ഇപ്പം ഇത്രയും പറയുന്നു. ഇതല്ലാതെ ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിന് അകത്തും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ ഈ ഒരു ടോക്ക്, ഓക്കെ, ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ടോപ്പിക്ക്, ആ ഒരു ടോപ്പിക്ക് കടന്നു വന്നിട്ടുണ്ട്, സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അത്രയും പേർക്ക് അറിയാം വാട്ട് ഈസ് ഇറ്റ്. അതായത് ആ ഒരു വ്യക്തി, ബാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, ദ ഗ്രാവിറ്റി, അതിൻ്റെ ഒരു വലിയൊരു കുഴി എത്രത്തോളമാണ്, അതിൻ്റെ ഒരു മീറ്റർ സ്കെയിലൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. കാരണം നഷ്ടം എന്ന് പറഞ്ഞൊരു സംഗതി നഷ്ടപ്പെട്ടവനെ അറിയും. അത് നമുക്ക് ബാലച്ചേട്ടൻ്റെ വായെന്ന് കേൾക്കുമ്പോൾ തന്നെ ആ നഷ്ടത്തിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് കേട്ടൊരാളാണ്. ഓക്കെ, എനിക്കിവിടെ വന്നിട്ട് അത് എന്താ എങ്ങനെയാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം കേട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബാലച്ചേട്ടൻ ഇത്രയല്ലേ ഇതിൽ പറഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയല്ലേ അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു സൂപ്പർ കോൺട്രവേഴ്സി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് ഗ്രൂപ്പ്, അങ്ങനെ പല വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകർ ഇത് പല രീതിയിൽ വ്യാഖ്യാനിക്കാം, ഏത് പേഴ്സ്പെക്റ്റീവിലും എടുത്തിട്ട് പോവാം. സോ ഐ തിങ്ക് ഇതിൽ ഗോപി സുന്ദർ എന്ന് പറഞ്ഞൊരാൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അറിയില്ല റെസ്പോണ്ട് ചെയ്യുമല്ലേ എന്നുള്ളത്, റെസ്പോണ്ട് ചെയ്താൽ ഇതൊരു വേറൊരു ലെവലിലേക്ക് ഈ ഒരു കോൺട്രവേഴ്സി 2024 തന്നെ നിങ്ങൾക്ക് തുടക്കം തന്നെ കാണാൻ പറ്റും. 23 കഴിഞ്ഞ് 24 തന്നെ ഈ ഒരു കോൺട്രവേഴ്സിയുടെ തുടക്കമാവും കാണാൻ പറ്റുന്നത്.
ഓക്കെ. കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ണുകൊണ്ട് കണ്ടുപോയി ഞാൻ. അത് സ്വന്തം കണ്ണുകൊണ്ട് കാണണത് മാത്രമല്ല, അങ്ങനൊക്കെ ഉണ്ടോന്ന് നെറ്റിപ്പോയി ഞാൻ ജീവിതത്തിൽ. ഞാൻ അറിഞ്ഞിട്ടില്ല അതുവരെ. ഞാൻ വിചാരിച്ചത് കുടുംബം, ഫാമിലി, കുട്ടികൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് ഒരു കാഴ്ച ഞാൻ കണ്ട ശേഷം ഒന്നുമില്ല, ഇനി ഇഴക്കാൻ ഒന്നുമില്ല. എനിക്ക് അന്ന് ഞാൻ തളർന്നു പോയിട്ടാണ്. എത്ര വലിയ ബലശാലിയായാലും ചില തരുണം അവന്റെ അടിസ്ഥാനം, അവൻ മനസ്സിലാക്കുന്ന അടിസ്ഥാനം വളർന്നത്, അവൻ ജീവൻ മുഴുവൻ വിശ്വസിച്ചത്, അവനുடைய എല്ലാം തകർന്നു വസിക്കണമെന്ന് പറയുമ്പോൾ ഫ്രീസ് ആയിരുന്നു. അല്ലെങ്കിൽ அந்த 3 പേര് എസ്കേപ്പ് ആവില്ല. 2 പേരല്ല 3 പേര്. ഓക്കെ, നെക്സ്റ്റ്. അമൃതയും ബാലയും തമ്മിൽ വേർപിരിഞ്ഞതിന്റെ കാരണം, റീസൺ, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പോയിട്ടുള്ളത്. സി ഓബിയസ്ലി ബാല എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഇന്റർവ്യൂസിൽ പോയാലും ചെകുത്താൻ ഈ പറഞ്ഞ ആറാട്ടണ്ണൻ ബാല അതിനേക്കാൾ കൂടുതൽ ബാലച്ചേട്ടനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവരുടെ റിലേഷൻ, ഡിവോഴ്സ് എങ്ങനെയായി, അതിന് കാരണം എന്താ, ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഞാൻ കേട്ടിടത്തോളം പലരും ഇതന്നെയാണ് കണ്ടിന്യൂസ്ലി ചോദിക്കുന്നത്. അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലച്ചേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എവിടെയും. എപ്പോഴും പറയുന്നത് വിത്ത് ദെയർ റെസ്പെക്ട്, പറയേണ്ട ആവശ്യമില്ല, അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ആദ്യമായിട്ടാണ് ബർത്ത്ഡേൻ്റെ അന്ന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അങ്ങേര്. കാരണം കുട്ടിയെ ഒരു ഫോൺ കോൾ പോലും വിളിക്കാൻ സമ്മതിച്ചില്ല, ഒരു വീഡിയോ കോൾ പോലും വിളിച്ചില്ല. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര വേറൊരു മൂഡിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ത്രോ ചെയ്തത്. ആദ്യമായിട്ടാണ് ബാലച്ചേട്ടൻ വന്നിരുന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാണാൻ പാടില്ലാത്തത് കണ്ടു, 3 പേരന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞൊരു ലൈഫാണ്. ഇപ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഈ പറഞ്ഞ ഗോപി സുന്ദർ എന്ന് പറയുമ്പോൾ അത് പ്രൊഫഷണൽ ലൈഫ് കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാധനമായതുകൊണ്ട് ആ കാര്യങ്ങൾ പറയുന്നതിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ അവിടെ ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വ്യക്തി റിയാക്ട് ചെയ്താലാണ് ഇമ്പാക്റ്റ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. ഇപ്പം അവിടെ ഗോപി സുന്ദറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഗോപി സുന്ദർ റിയാക്ട് ചെയ്യാൻ വന്നില്ലെങ്കിലും റിയാക്ട് ചെയ്താലും ഇവർ രണ്ടുപേരും അങ്ങനെ കഴിഞ്ഞിട്ട് പോകും. അമൃതയുടെ ഫാമിലി, ബാലച്ചേട്ടൻ്റെ അമൃതയുടെയും മകള്, കുട്ടി, അപ്പം അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇപ്പം ഇതിൽ പല ഇൻ്റർപ്രിട്ടേഷൻസും വരും. പല ഇൻ്റർപ്രിട്ടേഷൻസും ആളുകൾക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. പല ഓൾറെഡി അമൃത എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ ലൈഫിൽ ആ എൻറ്റയർ ഫാമിലി ഒരു സൈബർ ബുള്ളിങ് സഫർ ചെയ്യുന്നൊരു ടൈമാണിത്. അപ്പം ആ ഒരു സ്പേസിനകത്ത് ലൈക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു വെളിപ്പെടുത്തൽ ചിലപ്പോൾ ഇമോഷൻ കൊണ്ട് പറഞ്ഞതായിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇത് പല രീതിയിലും ആളുകൾ കൊണ്ടുപോകും. ഓക്കെ, കാണുന്ന വ്യൂവേഴ്സ് പലതും പറഞ്ഞുണ്ടാക്കും, പല രീതിയിൽ കാര്യങ്ങൾ മാറും. സോ ഡെഫിനറ്റ്ലി ഇതൊന്നും ഒഴിവാക്കാമായിരുന്ന കേസായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഇത് അത്രത്തോളം ലൈക്ക് പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. എനിക്കിതിൽ കൂടുതൽ പറയാനില്ല. ഇതായിരുന്നു ബാലച്ചേട്ടൻ പറഞ്ഞിരുന്നത് പല പ്രാവശ്യമായിട്ട്. ബട്ട് ഇപ്പം ഈ പറഞ്ഞ സാധനത്തിൽ നിന്ന് പലർക്കും പലതും തിരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ തമ്മിലുകളൊക്കെ വന്നും തുടങ്ങി. ദിസ് ഷുഡ് ഹാവ് അവോയ്ഡഡ്, ലൈക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ എത്ര കാലം ഇത്ര കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു കാരണം? ഇതേ എനിക്ക് ആൺകുട്ടിയാണെങ്കിൽ തുറന്ന് എല്ലാം പിക്ചറുടെ പോട്ടെങ്ങനെ പെൺകുട്ടിയായിപ്പോയി. അവളുടെ ഭാവി ഇനി വരുന്ന അവളെ ഒരു നല്ല ഒരു സെക്കൻഡ് കെട്ടി വരണം, നല്ല ലൈഫ് വരണം. ഇതൊന്നും എന്റെ പാസ്റ്റ് അവളെ வந்து பாதிக்கக்கூடாது. പെൺകുട്ടിയാ அதனால ஒரு நடனாயிட்டோ இல்லை என்ன வேணுங்களாம் അവളുടെ മുമ്പ് ഞാൻ വരും. എന്താ പറയാ, സാധാരണ ഒരു അച്ഛനാണ്. അവന്റെ വീട്ടിൽ പോലും എന്റെ കയ്യിലിരുന്ന് തിരിച്ചിട്ട് ബിസിനസ് നടക്കും. ശരി, നോക്കാം, നടക്കാം. മകളെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ബാലച്ചേട്ടൻ ഒന്നും പറയാത്ത. ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ അടക്കം വെച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ബാലച്ചേട്ടൻ പറയുന്നത്. പക്ഷെ അവിടെയാണെങ്കിലും എന്താ പറയുക, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇപ്പോഴത്തെ സൈബർ സ്പേസ്, സോഷ്യൽ മീഡിയ, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ ആക്സസ് കൂടുതലാണ് സൈബർ സ്പേസിൽ. അപ്പോൾ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന പാരൻസ്, സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള പാരൻസ് അവരുടെ കുട്ടികൾക്കൊക്കെ
അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും അവർ ഫ്രണ്ട്സ് ത്രൂ കാര്യങ്ങൾ എല്ലാം അറിയും, ഇല്ലെങ്കിൽ അറിയിക്കും അവരെ. ഓക്കെ, അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോൾ ഇനി ദിസ് വിൽ ഇമ്പാക്ട് ദാറ്റ് കിഡ്. ഡെഫിനറ്റ്ലി ആ കുട്ടിയെ അത് ഇമ്പാക്ട് ചെയ്ത്, ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏതാണോ കുട്ടി, ആ കുട്ടിക്ക് ഇതൊരു ഇമ്പാക്റ്റ് ആണ്. ഞാൻ പറയുമ്പോൾ എന്താ പറയുക, സെലിബ്രിറ്റി ലൈഫിലൊരു ബ്രേക്കപ്പ് വന്നു, ഡിവോഴ്സായി പോയി, കുട്ടികളുണ്ടെങ്കിൽ ബെറ്റർ നോട്ട് ടു ഡിസ്ക്ലോസ്. ഒന്നും പറയണ്ട, ഒരു സൈഡും പറയണ്ട. ആളുകൾക്ക് തിരിച്ചും മറിച്ചും ചിന്തിക്കാനോ വേറെ ഏതെങ്കിലും പെർസ്പെക്റ്റീവിൽ കൊണ്ടുപോകാനോ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇട്ട് കൊടുക്കണ്ട. ഊഹാപോഹങ്ങൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ക്ലിയർ കട്ടായിട്ട് കാര്യം പറഞ്ഞിട്ട് പോവുക. ഇല്ലാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞ് ഇത് കുട്ടിയെ വരെ വലിച്ചിട്ട് ബുള്ളി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന എനിക്ക് പേഴ്സണലി ഫീലായി. അവിടെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ബാലചേട്ടൻ പറയുന്ന ആൺകുട്ടിയാണെങ്കിൽ ചെയ്തിട്ടുണ്ടാവുന്നു, പക്ഷെ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പാക്ട് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. കാരണം അത് കുട്ടിയാണ്, കുട്ടികൾ എന്നേ ഉള്ളൂ. അതിൽ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു ഡിഫറൻസ് വെച്ചിട്ട് ആളുകൾ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുകയൊന്നുമില്ല. ദേ വിൽ ഡെഫിനറ്റ്ലി ഡു. കുട്ടികളെ വരെ വലിച്ചിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. സോ ദിസ് പോർഷൻ വുഡ് ഹാവ് ബീൻ ലൈക്ക് എന്താ പറയുക, അവോയ്ഡ് ചെയ്യേണ്ട ഒരു പോർഷനായിരുന്നു. കാരണം അങ്ങനെ അവരെ കുടുംബ പ്രശ്നം വന്ന് റിവീൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ചോദ്യങ്ങൾ ഓബിയസ്ലി വരും, ആളുകൾ ചോദിക്കും, പക്ഷെ അത് റിവീൽ ചെയ്യണോ വേണ്ടെന്നുള്ളത്, ഇതിപ്പോൾ റിവീൽ ആയോ ഇല്ലേ എന്നുള്ളതൊന്നും അല്ല കേട്ടോ. ചെയ്യണോ വേണ്ടെന്നുള്ളത് ബാലചേട്ടൻ്റെയും അമൃതയുടെയൊക്കെ താല്പര്യമാണ്. പക്ഷെ കണ്ടു നിൽക്കുന്ന നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ഇത് ഓൾറെഡി അവരെ ഈ പറഞ്ഞ ഗോപി സുന്ദർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെ ഈ ലൈഫ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ നല്ലോണം കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇത് ഭയങ്കര ഒരു കുത്തുകൂടി വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. പക്ഷെ ഗോപി സുന്ദർ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വ്യക്തി പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ബാലയ്ക്ക് ചെയ്ത പരിപാടികളും അല്ലെങ്കിൽ വെച്ച പണികളൊക്കെ ബാലച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഗ്രാവിറ്റി കൂടി കഴിഞ്ഞാൽ അങ്ങേരനെ ഒന്ന് വിളിച്ച് പറയുകൂടി. എനിക്ക് തോന്നുന്നു അങ്ങേര് വിളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഇങ്ങേരായിട്ട് സംസാരിച്ചു എന്നൊക്കെ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. മറ്റേ ഗോപി സുന്ദറായിട്ട് സംസാരിച്ചു, ഇവിടെ നിർത്തണം, ഈ കാര്യങ്ങളില്ലെങ്കിൽ ഞാൻ പുറത്ത് പറയും, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അങ്ങേര്. ഓക്കെ, അതിൻ്റെ ഒരു ക്ലിപ്പും കൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. രാത്രി ഒരു 12 മണിയായാലും 2 മണിയായാലും എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാം കേട്ടോ. നീ ഗോപി സുന്ദർ വീട്ടിൽ പോയി പോവാൻ ധൈര്യമുണ്ടോ? സാറ് വേറെ ലോകത്തിൽ இருக்காரு. വേറെ ഗോപി സാറ് അവർ ചെയ്യുന്നത് വിത്ത് എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ശരിക്കും ഗോപി സുന്ദരെ വിളിച്ചിരുന്നു ഫോണിൽ. വളരെ ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു പണ്ട്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവർ നടക്കുമെന്നറിഞ്ഞാൽ ഐ വിൽ നോട്ട് വെയിറ്റ് ഫോർ ദ പോലീസ്. ഡെഫിനറ്റ്ലി എനിക്കൊരു മകളുണ്ട്. ഒന്നുമല്ല, നിങ്ങൾ എല്ലായിടത്തും പറയാം. ബാധ പറയുന്നത് നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. ചുമ്മാ പോയി ചോദിച്ചു നോക്ക്, 2 മണിക്ക് വീഡിയോ തന്നെ ചുമ്മാ ചോദിച്ചു നോക്ക്. നിങ്ങളെല്ലാവരും എങ്ങനെ തരുമോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എവിടെയുണ്ടെന്ന് വെച്ചാല് അമൃതാവ് കഴിച്ചു അതുകൊണ്ട് ബാല ഇല്ല. പ്രൊഫഷണലി ചോദിച്ചോ, യെസ് ചതിച്ചു. ലൈഫിൽ ചോദിച്ചോ, യെസ് ചതിച്ചു. അതിനു വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു തെറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവൻ. സിംപിളാ ഒരു വാർത്ത ഞാൻ ചൊല്ലിട്ട് നിങ്ങൾ എല്ലാവരും അതിന്റെ അർത്ഥം മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എനിക്കറിയാം. ഗ്രൂപ്പ് പുറത്തേക്കോ ധൈര്യം മനസ്സിലാക്കുക. അതിന് ഏതെങ്കിലും ഒരു കുട്ടി ഇരയായ ശേഷം മൈക്കും ക്യാമറ പിടിച്ചിട്ട് എന്റെ അടുത്ത് വരണ്ട. ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഇരയായ ശേഷം എന്റെ അടുത്ത് അത് ചോദിക്കാൻ പാടില്ല. നിർത്തിക്കോളം പറഞ്ഞിട്ടുണ്ട്, നിർത്തി ഞാൻ അറിഞ്ഞത് നോക്കാം, ഇല്ലെങ്കിൽ ഇടപെടും. സോ ഡെഫിനറ്റ്ലി ഗോപി സുന്ദർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ബാലച്ചേട്ടന് കുറേ അധികം കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട് തോന്നുന്നു. എന്താണെങ്കിലും ഇതൊരു മേജർ കോൺട്രവേഴ്സി ആയാൽ ഗോപി സുന്ദർ തിരിച്ചൊരു റിപ്ലൈ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 2024 ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്തായാലും വിളിച്ച് സംസാരിച്ചല്ലോ, മുന്നോട്ട് പോട്ടെ, ആ രീതിയിൽ ചിലപ്പോൾ കണ്ണടച്ച് പോകാനുള്ള ചാൻസസും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഞാൻ പറയുന്നത് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഒരു ഡിവോഴ്സ് കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ ലൈഫ്, കുട്ടി, ഭാര്യ, അതൊക്കെ ലൈക്ക് അൺവാണ്ടഡ് ക്വസ്റ്റ്യനുമാണ്.
അതിന് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മതിയാണ്. കാരണം ആ കുട്ടിയെ ഡെഫിനറ്റ്ലി അത് ചെയ്യും, എഫക്റ്റ് ചെയ്യാതിരിക്കുന്നില്ല. ആ മോളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ഇപ്പോഴത്തെ സൊസൈറ്റി അങ്ങനെയാണ്, കണ്ടതും കേട്ടതൊക്കെ അവരുടെ ചെവിയിൽ എത്തും, വേറെ രീതിയിലൊക്കെ എത്തിച്ച് കളയും ആൾക്കാർ. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്.